Hello friends, welcome to MasterChef Vlogs. ഇന്ന് നമ്മൾ ഇവിടെ കുക്ക് ചെയ്യുന്നത് ഒരു ഉഴുന്നുവടയാണ്. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട. അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ കിട്ടും. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 400 ഗ്രാം ഉഴുന്ന് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെള്ളം ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഒരു വലിയ ഒരു സവാളയുടെ 4/1, ഒരു തണ്ട് വേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 20 കുരുമുളക്, 2 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ റവ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് വട വറുത്ത് കോരാൻ ആവശ്യമായ വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. മിക്സിയിൽ അടിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടാണ്. 1 ടീസ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട, അല്പം തരി ഉണ്ടെങ്കിലും നല്ലതാണ്. അതിനുശേഷം നമുക്ക് അരിപ്പൊടിയും റവയും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അല്പം ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡ വയറിന് അപ്സെറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു 6-7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത് മാറ്റി വയ്ക്കണം. ഞാനിതിപ്പം ഇത് പൊടി ആഡ് ചെയ്തിട്ട് 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്ത് വെക്കുവാണ്. അതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ നമ്മുടെ ഉഴുന്നിൻ്റെ മിക്സ് നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കത് വറുത്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നല്ല ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി കുക്ക് ടോപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നന്നായിട്ട് ഓയിൽ ഒഴിക്കണം. വട നന്നായിട്ട് മുങ്ങി വറുക്കാൻ പാകത്തിന് ഓയിൽ നമ്മൾ ഒഴിക്കണം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വട ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇവിടെ ഞാനൊരു സിമ്പിൾ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു ഐസ്ക്രീം സ്കൂപ്പർ വെച്ചാണ് ഞാൻ വട ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മുടെ കൈവെള്ള അല്പം വെള്ളത്തിൽ മുക്കി ഒന്ന് നനച്ചെടുക്കണം. ഒരു സ്കൂപ്പർ കൊണ്ട് നമുക്ക് ഈ മാവ് കൈവെള്ളയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു വിരൽ നനച്ചിട്ട് അതിൻ്റെ നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഉഴുന്നുവട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തൈര് ചട്നിയുടെ കൂടെ കഴിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.